പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വചനഭാഗത്ത് യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവൻ അത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ച് തന്റെ ദാസനായ യോഹന്നാനെ പ്രദർശിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. യോഹന്നാനെ ദൈവം പ്രദർശിപ്പിക്കുവാൻ തക്കവണ്ണം ഒരുക്കി കൊണ്ടുവരുന്നത് നമുക്ക് കാണാൻ കഴിയും. യോഹന്നാന്റെ ഒരു വലിയൊരു പ്രത്യേകതയുണ്ട്. യേശു കർത്താവ് ഏറെ സ്നേഹിച്ച ശിഷ്യനായിരുന്നു. യേശുവിന്റെ മാറോട് ചാരിക്കിടന്നവൻ, യേശുവിന്റെ സ്നേഹം അനുഭവിച്ച് കടന്നുപോയ ശിഷ്യനായിരുന്നു. ആ ശിഷ്യന് യേശുവിന്റെ നാമത്തെ പ്രതി വളരെയേറെ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. പ്രിയമുള്ളവരെ, വളരെയേറെ പീഡനങ്ങൾ. തിളച്ചു മറിഞ്ഞ എണ്ണയ്ക്കകത്തേക്ക് യോഹന്നാനെ കൊണ്ടുപോയിട്ടു. എന്നാൽ യോഹന്നാന് യാതൊരു കുഴപ്പവും സംഭവിച്ചില്ല. യോഹന്നാനെ അവിടെ നിന്ന് നാടുകടത്തി പത്മോസ് എന്ന ദ്വീപിലേക്ക്, ആരുമില്ലാത്ത സ്ഥലത്തേക്ക് നാടുകടത്തിയെങ്കിൽ യോഹന്നാൻ കർത്താവിനോട് കൂടെയായി ജീവിക്കുന്നതാ കാണാൻ കഴിയുന്നത്. നാടുകടത്തപ്പെട്ടവന്റെ നടുവിൽ കർത്താവിന്റെ സ്നേഹം അനുഭവിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലാവരും തള്ളപ്പെട്ട് ഒറ്റപ്പെടുത്തലാലും പരിഹാസങ്ങളാലും ആർക്കും വേണ്ട എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന സമയത്ത് യേശു പറയുന്ന ഒരു കാര്യമുണ്ട്: എനിക്ക് നിന്നെ വേണം, ഞാൻ നിന്റെ കൂടെയുണ്ട്. ആരുമില്ല അവന്റെ കൂടെ, യേശു മാത്രം. യേശു അവന്റെ കൂടെ നിന്നിട്ടാണ് ഇനി സംഭവിക്കാനുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള അരുളിപ്പാടുകൾ കൊടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. വേഗത്തിൽ സംഭവിക്കാനുള്ള കാര്യങ്ങൾ ഭയങ്കര ഒരു മർമ്മമാ പ്രിയമുള്ളവരെ. വെളിപ്പാട് പുസ്തകത്തിന്റെ ആ രഹസ്യം നമുക്ക് വെളിപ്പെടുത്തി തരുന്നവനാണ് നമ്മുടെ കർത്താവ്. 2-ാം അധ്യായത്തിൽ അവൻ ദൈവത്തിന്റെ വചനവും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവും താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവനും ഭാഗ്യവാൻ. കർത്താവ് പറഞ്ഞ കാര്യമാണ്. 3 കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് പറഞ്ഞത്. ഈ വചനത്തിന്റെ സാക്ഷ്യവും താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. ഈ പ്രവചനത്തിന്റെ വാക്കുകൾ 1 വായിച്ച് കേൾപ്പിക്കുന്നവനും, 2 കേൾക്കുന്നവനും, അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവനും. 3 കാര്യങ്ങളാ: കേൾക്കുന്നവൻ, കേൾപ്പിക്കുന്നവൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാനാണ്. ഇത് കേൾപ്പിക്കാനും കേൾക്കുവാനും പ്രമാണിക്കാനുമുള്ള ഒരു പുസ്തകമാണിത്. ഇതാ യോഹന്നാനിലൂടെ ദൈവം ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ മുമ്പിൽ മറഞ്ഞു കിടക്കുന്ന ആ രഹസ്യങ്ങളെ വെളിപ്പെടുത്തി തരാൻ വേണ്ടിയാ ദൈവം ആഗ്രഹിക്കുന്നത്. യേശു കർത്താവ് ഇവരുടെ കൂടെ 3.5 വർഷക്കാലം ജീവിച്ച് കാൽവരി ക്രൂശിൽ മരണമടഞ്ഞ് അവനെ അടക്കം ചെയ്തിടത്തു നിന്ന് ഉയർത്തി 40 ദിനരാത്രങ്ങൾ അവരെ പഠിപ്പിച്ച് ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ അവർക്ക് പറഞ്ഞുകൊടുത്ത് അവരോട് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണമെന്ന് പറഞ്ഞ് അവർ കാണെ പിതാവിന്റെ സന്നിധിയിലേക്ക് സ്വർഗാരോപിതനായ യേശു കർത്താവ് ഞാൻ പോയതുപോലെ വീണ്ടും വരുമെന്ന് പറഞ്ഞിട്ടാണ് യേശു സ്വർഗത്തിലേക്ക് പോയത്. യേശു പോയ ആ സ്വർഗത്തിന്റെ അടുക്കിലേക്ക്
കടന്നു പോകാനുള്ള വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ യേശു ഇതാ ഈ സ്വർഗരാജ്യത്തിന്റെ രഹസ്യം കൂടി നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. യോഹന്നാന് വ്യക്തമായി യേശു ക്രിസ്തുവിനെ അനുഭവിക്കാൻ കഴിഞ്ഞു. യേശു മരിച്ച്, യേശു ഉയർത്ത്, യേശു സ്വർഗോരോപിതനായി സ്വർഗത്തിലേക്ക് പോയ യേശുവിനെ യോഹന്നാൻ ദർശനത്തിൽ കാണാൻ തക്കവണ്ണം ഒരു ആത്മീയ കൃപയിൽ നിറഞ്ഞാണ് യോഹന്നാൻ ഈ പ്രവചന ദൂതുകൾ വെളിപ്പെടുത്തുവാൻ ദൈവം ഇടയാക്കിയത്. ഇത് ദൈവം വെളിപ്പെടുത്തിയത് എന്തിനാണ്? ഇത് നിങ്ങൾ അറിയണം, ഇത് നിങ്ങൾ വായിക്കണം, ഇത് നിങ്ങൾ കേൾക്കണം, ഇത് നിങ്ങൾ പ്രമാണിക്കണം, ഇത് നിങ്ങൾ ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവവചനം കൂടുതലും പഠിക്കുവാനും വായിക്കുവാനും ധ്യാനിക്കുവാനും ഇന്നു തൊട്ട് നിങ്ങൾ തയ്യാറാകണം. നിങ്ങൾ വായിക്കുന്തോറും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവമായിട്ടുള്ള ബന്ധം കൂടും. നിങ്ങളുടെ ഉള്ളിലുള്ള മറകളെല്ലാം നീക്കപ്പെടുവാൻ, രഹസ്യങ്ങളെല്ലാം വെളിപ്പെടുവാൻ, ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കാൻ ദൈവം ഇടയാക്കും. ഒരു നിമിഷം നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാൻ. കർത്താവേ, ഈ പ്രഭാതം മുതൽ നിന്റെ സന്നിധി നിന്നോട് കൂടെയായിരിക്കാൻ, നിന്റെ കൃപയ്ക്കൊത്തവണ്ണം ജീവിക്കാൻ ഞങ്ങൾ എല്ലാവരെയും നീ ബലപ്പെടുത്തണം. യേശുവിന്റെ നാമത്തിൽ ആമേൻ.